പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അനുഭവങ്ങളൊക്കെ കേട്ട് കർത്താവിനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യെസ്റ്റർഡേ, ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവം. യെസ്റ്റർഡേ, ടുഡേ, ഫോർ എവർ ജീസസ് ഈസ് ദ സെയിം ഗാഡ്. ഹല്ലേലൂയ. ഇന്നലെ പ്രവർത്തിച്ച ദൈവം ഇന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് മതിയായ ദൈവമാണ്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നലെ ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരു ഒരു വളരെ കുടിച്ച ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ ഒരു യങ് പേഴ്സൺ, ഒരു യങ് ഗേള്, അവളെ ദൈവം രൂപാന്തരപ്പെടുത്തിയത്. ഒരൊറ്റ ദിവസം അവളെ ഒരു പ്രേയറിന് കടന്നു ചെന്നു. അവിടുത്തെ ദൈവമക്കൾ പ്രാർത്ഥിച്ചു. അവൾ ടോട്ടലി ഒരു ഡെലിവറൻസ് ആയി. ചില 2-3 വർഷമായിട്ട് ഇപ്പം കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചപ്പെട്ടു. ഞാൻ ഓർത്തു, ഇന്നും ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇന്നും ദൈവം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. അവൻ തനിക്കുള്ളവരെ വേർതിരിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹം ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുത്, ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന ദൈവത്തിന്റെ ഉദ്ദേശം. അതാണ് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും. ദൈവദാസന്മാരെ ഇന്ത്യയിലും ഒക്കെ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവിൽ നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ പിന്നെയും വർദ്ധിച്ചു വരുന്നവരാകുകയും. നമ്മൾ വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പം നോട്ട് ജസ്റ്റ് വെൻ വി ഫീൽ ലൈക്ക്, നമുക്ക് തോന്നുമ്പം, നമുക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രമല്ല, ഈവൻ അറ്റ് ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവീൻ. ഫേവറബിൾ സർക്കംസ്റ്റാൻസ് ആണോ, അനുകൂല സാഹചര്യമാണോ, അല്ല പ്രതികൂല സാഹചര്യമാണോ, ഇറ്റ് ഡസന്റ് മാറ്റർ. ഓൾവേസ്, ഹല്ലേലൂയ, അറ്റ് ഓൾ ടൈംസ്, എല്ലായ്പ്പോഴും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് നമുക്ക് തന്ന ആ കാഴ്ചപ്പാടിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്, നമ്മുടെ ഹൃദയം മടുത്തു പോകരുത്, ചുറ്റുപാടുകൾ കണ്ട് നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോകരുത്. ദേവദാസൻ നിബു പാസ്റ്റർ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, കർത്താവ് വഴികളെ തുറന്നു തരിക. അത് ചെറുതാക്കി കാണരുത്. അത് വലിയ ശുശ്രൂഷ. കർത്താവ് നമുക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റി ഒരുക്കിയത്, നായകനായവൻ നമുക്ക് വേണ്ടി വഴികളെ തുറന്നു തന്നിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ശക്തന്മാരായി നിൽക്കാം. ആമേൻ. പ്രതികൂലങ്ങളെ കണ്ട്, സർക്കംസ്റ്റാൻസിനെ കണ്ട് നമ്മൾ മടുത്തു പോകാതെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആ പ്രവർത്തനം വളരെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു ആത്മാവിന്റെ വില സർവ്വ ലോകത്തെ നേടുന്നതിനെക്കാട്ടിലും അമീൻ എത്ര വിലയേറിയതാണ്. ഒരു മനുഷ്യൻ മടങ്ങി വന്നാൽ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടാൽ സ്വർഗത്തിലെ സന്തോഷം എത്ര വലുതാണ്. ദൂതന്മാരുടെ മുമ്പിൽ ഹല്ലേലൂയ കർത്താവിന്റെ സന്തോഷം എത്ര വലുതാണ്. ഒരു ആട് നഷ്ടപ്പെട്ടാൽ അവൻ 99നെയും വിട്ടിട്ട് അതിന്റെ പുറകെ പോകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒരു പാപിയുടെ മാനസാന്തരം, ഹല്ലേലൂയ, കർത്താവിന് എത്ര വിലയേറിയതാ. സ്തോത്രം. യോനായുടെ ബുക്കില് നമ്മളൊരു വാക്യം വായിക്കുന്നത് 4-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. അതിന് യഹോവ നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രി നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. 11ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ഗാഡ്. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിഞ്ഞു കൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോടെ എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. കർത്താവ് യോനയോടുള്ള ഒരു ചോദ്യമാണ്. യോന കുറച്ച് കാര്യത്തിന് യോന പതറിയും കംപ്ലൈന്റും, കൊച്ചു കാര്യം, ഒത്തിരി നന്മ ചെയ്താലും ഒരു കൊച്ചു വിഷയത്തിന് യോന പരിഭവപ്പെടുക. എന്നാൽ ദൈവം ഒരു ചോദ്യം ചോദിക്കുക. സ്തോത്രം. നീ എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിയാത്ത 1,80,10,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളും മഹാനഗരമായ നിനവയോടെ എനിക്ക് അയ്യോഭാവം തോന്നരുതോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു രാത്രി കൊണ്ട് ഉണ്ടായി വന്നതിനെ അത് നശിച്ചു പോയപ്പോൾ അവന് വലിയ സങ്കടമാ, അയ്യോഭാവം തോന്നുക. എന്നാൽ എത്ര ആത്മാക്കൾ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് നമുക്ക് ഭാരമുണ്ടോ? സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ. കർത്താവിന്റെ സന്നിധി പിന്നെയും നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു ഭാഗം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 32-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 31 മുതൽ 35 വരെയുള്ള വാക്യം. മത്തായിയുടെ സുവിശേഷം 26. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെ
No. Susan Andy, it's from Matthew 26 verses 31. യേശു Matthew അവരോട് Gospel. അതാണോ? ഞാൻ 26, Gospel. chapter 26. യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങൾ Yes, രാത്രിയിൽ yes. ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. അതുപോലെ തന്നെ ശിഷ്യന്മാർ എല്ലാവരും പറഞ്ഞു. അതെ, സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പത്രോസിന്റെ ഒരു ഡിക്ലറേഷനാണ് നമ്മൾ കാണുന്നത്. യേശു ശിഷ്യന്മാരെല്ലാവരും ഇരുന്ന് അവർ പറയുന്നുണ്ട്, നിങ്ങളിൽ വലിയവൻ ആരാണ് അല്ലേ? അതെല്ലാം ഇങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് യേശു പറയുന്നു, ഇന്ന് രാത്രിയിൽ തന്നെ ഇടയനെ വെട്ടും, നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, കൂട്ടത്തിൽ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് യേശു പറയുന്നു. പെട്ടെന്ന് എന്നാൽ ഞാൻ ഉയർത്തെഴുന്ന ശേഷം നിങ്ങൾക്ക് മുമ്പായി ഗലീലയിൽ പോകും അന്ന് പെട്ടെന്ന് പത്രോസ് പറയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും, ഈവൻ ഇഫ് എവ്രി വൺ ഗോസ് അവേ, കർത്താവേ ഞാൻ ഒരു നാളും ഇടറത്തില്ല. നല്ല ധൈര്യമായിട്ടാണ് പറയുന്നത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മനസ്സിലെ ദൈവം തന്ന ചിന്തകളെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവേ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, എനിക്ക് നിന്നെ മാത്രം, ഐ വിൽ ഫോളോ യു ആഫ്റ്റർ യു, ഹല്ലേലൂയ എന്നല്ല നമുക്ക് വലിയ ആഗ്രഹവും നമുക്ക് വലിയ വാഞ്ചയും ഒക്കെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇടറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, ഡിനായ് ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും, കർത്താവേ ഞാൻ തെറ്റിപ്പോയല്ലോ. വി ആർ ഹ്യൂമൻ ബീയിങ്. ഹല്ലേലൂയ. പത്രോസ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർത്തണം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതെ നിൽപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നമ്മുടെ കഴിവ് കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും നമുക്ക് പോകാൻ ഒക്കത്തില്ല. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ കർത്താവ് കരുതിക്കൊള്ളും. ഇവിടെ പത്രോസ് പറയുന്നതാണ്, സ്തോത്രം, ഈവൻ ഇഫ് എല്ലാവരും തള്ളി പറഞ്ഞാലും, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരിക്കലും ഇടറത്തില്ല. സ്തോത്രം. എത്രയെത്ര അനുഭവങ്ങളിൽ. എന്നിട്ട് യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെയും പത്രോസ് ഡിക്ലെയർ ചെയ്യുക, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളി പറയുകയില്ല എന്ന് പത്രോസ് അവനോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ്, there are times നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വി വോണ്ട് ടു ബി ദ ബെസ്റ്റ്. എത്രയും കർത്താവിൻ്റെ സ്വഭാവം എനിക്ക് വേണം, കർത്താവിനെ പോലെ നടക്കണം, കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ നടക്കണം. എന്നാൽ പലപ്പോഴും ഇടറിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന, കർത്താവ് നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ പിന്നെയും നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു ചാൻസ് തന്നിട്ട് വൺ സ്ട്രൈക്ക് യു ആർ ഔട്ട്. ഹല്ലേലൂയ. പലപ്പോഴും പിന്നെ നമുക്ക് മടിയാ. ഒരു പ്രാവശ്യം തള്ളി പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വന്നാൽ പിശാച് നമ്മുടെ ജീവിതത്തിൽ മന്ത്രിക്കും, അയ്യോ നീ എന്തോ വലിയ നിനക്ക് നീ ദൈവമായിട്ടൊരു പങ്കില്ല. നമ്മെ കർത്താവിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുവാൻ പിശാച് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ ചിന്തകളിട്ട് നമ്മളെ ഭാരപ്പെടുത്തി നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്ന അനുഭവങ്ങളാണ് പിശാചിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്നാൽ ഈ നാളുകളിൽ നാം വിജിലൻ്റ് ആയിരിക്കണം, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കുന്നവരായിരിക്കണം. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. കർത്താവ് ഒരു നാളും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഓരോരുത്തരുടെ ജീവിതത്തിൽ, ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അനേക അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. ജെറമ്യാവ് വീപ്പിംഗ് പ്രോഫിറ്റ് എന്ന് പറയും, കണ്ണുനീരിന്റെ പ്രവാചകനാ. 40 വർഷം സ്തോത്രം ഹി വാസ് പ്രീച്ചിങ്. എന്നാൽ ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. ഒരാളെന്ന് പറയാം, അല്ലെങ്കിൽ one man that was saved except that is ബാരക്. എന്നാൽ ബാക്കി എല്ലാവരും പോകുമ്പോഴും കണ്ണുനീരിന്റെ പ്രവാചകനാ. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, എന്നാൽ ഇവിടെയും പലപ്പോഴും പല അനുഭവങ്ങൾ
അനുഭവങ്ങൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അനേക ഭക്തന്മാരുടെ ജീവിതത്തിലെ അനേക വീഴ്ചകളെ താഴ്ചകളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ സ്നേഹം അവരിൽ നിന്ന് കുറഞ്ഞു പോയിട്ടില്ലെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പത്രോസ് ഹി ക്രൈഡ് ടീയേഴ്സ് ഓഫ് പീറ്റർ. ഹല്ലേലൂയ, സ്തോത്രം. സോ റിയൽ ആണ്. സോ ഡിസപ്പോയിൻമെന്റ് നമ്മുടെ ജീവിതത്തിൽ നിരാശകള് ഭാരങ്ങള് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം അകന്നു പോകുവാനല്ല, പിന്നെയും ഡ്രോ മീ ക്ലോസർ ടു യു ലോർഡ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന അനേക കാര്യങ്ങളുണ്ട്. ഈ ഫോൺ മതിയല്ലോ, ഈ ഫോണ് എപ്പോഴും നമ്മൾ വിചാരിക്കും ഒന്നും വേണ്ട, ഇച്ചിരി നേരം പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കും. പെട്ടെന്ന് ഒരു മെസ്സേജ് വരുന്നത്, ആ മെസ്സേജ് നോക്കാൻ വേണ്ടി ഒന്ന് പോകും, പിന്നെ 1 മണിക്കൂറോളം അതിനകത്ത് അങ്ങ് വീണു പോവാം. ഒരു അത്യാവശ്യമുള്ളൊരു മെസ്സേജ് നോക്കുന്ന, പിന്നെ വേറൊന്ന് വന്നു, പിന്നെ വേറൊന്നിലേക്ക് പോയി, വാട്സാപ്പിൽ പോയി, പിന്നെ മെസ്സേജ് ഇമെയിലിലേക്ക് പോയി, പിന്നെ എന്തെല്ലാം കാണിച്ചു വെക്കാമോ. നമ്മൾ പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഓർക്കുന്ന, അയ്യോ പ്രാർത്ഥിക്കേണ്ട സമയം 1 മണിക്കൂർ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ. ഏറ്റവും നമ്മളെ അകറ്റി നിർത്തുന്ന ഒന്നാ ഈ ഫോൺ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ദൈവത്തോട് പറയണ, ലോർഡ് ഡ്രോ മീ നിയറർ, എന്നെ നിങ്ങളിലേക്കൊന്ന് അടുപ്പിക്കണമേ. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കർത്താവിൽ നിന്ന് അകറ്റുന്നതുണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്തോത്രം, കർത്താവിൻ്റെ സന്നിധി. കാരണം അല്പം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ നമ്മൾ കർത്താവിനെ തള്ളി പറയുന്നവരും കർത്താവിൻ്റെ സ്നേഹം മറന്നു പോകുന്നവരും പിന്നെ കർത്താവ് ചെയ്ത നന്മകളൊക്കെ നമ്മൾ അങ്ങ് മറക്കും. അല്പം ഹല്ലേലൂയ, ഒന്നിച്ചല്ല നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്നത്. പിന്നെ ഓർക്കുന്ന, എൻ്റെ ദൈവമേ, ഞാൻ എത്രമാത്രം കർത്താവിൽ നിന്ന് അകന്നു പോയി. സ്തോത്രം. എന്നാൽ കർത്താവിനോട് പറ്റിയിരിക്കുന്ന എനിക്ക് ഏറെ നല്ലത്. ഹല്ലേലൂയ, അവനെ എപ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ. നമ്മൾ മനസ്സിലാക്കണം, ഏതാണ് എന്നെ കർത്താവിൽ നിന്ന് അകറ്റുന്നത്, അതിനെയൊക്കെ സ്തോത്രം അകറ്റി വെക്കുവാൻ, അകറ്റി വെച്ചുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ സമയങ്ങളെ ഇന്റൻഷനലി നമ്മൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വചനധ്യാനത്തിന് സമയം എടുക്കണം. ഹല്ലേലൂയ, അല്ലായെങ്കിൽ വളരെ നമ്മുടെ ജീവിതത്തിൽ താഴ്ചകൾ ഭവിക്കും. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നു, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തോൽവി അനേകം വന്നിട്ടുണ്ടെങ്കിലും സ്തോത്രം, അനേക ഭക്തന്മാർ ഈവൻ ദൈവവചനത്തിൽ നമ്മൾ ഈ നമുക്കറിയാം, തോമസ് എഡിസൺ, അതുപോലെ അനേക അവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ 5 വയസ്സ് വരെ സംസാരിക്കത്തു പോലും ഇല്ലായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ വലിയ സയന്റിസ്റ്റാ, ഫിസിക്സിനും എല്ലാം തിയറി, ദ ലോ ഓഫ് റിലേറ്റിവിറ്റി എല്ലാം നോബൽ പ്രൈസ് എല്ലാം കിട്ടിയ മനുഷ്യനാ. ബട്ട് വെൻ ഹി വാസ്, ഒരു 5 വയസ്സ് വരെ ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. സ്തോത്രം. പലയിടത്തും ഹി വാസ്, പീപ്പിൾ കോൾഡ് ഹിം എ ഫെയിലിയർ ആണെന്നാ പറഞ്ഞത്. പക്ഷേ സ്തോത്രം, ഹല്ലേലൂയ, മാത്തിലും സയൻസിലും ഹി വാസ് എക്സലന്റ്. ഹി റിസീവ് നോബൽ പ്രൈസ്. അനേക പലപ്പോഴും ഫെയിലിയർ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനിയിൽ കർത്താവ് നമ്മെ എത്തിക്കും. ഒറ്റ കാര്യം മാത്രം, കർത്താവിൻ്റെ സന്നിധി നാം താഴ്മയുള്ളവരായിരിക്കണം. നാം അഹങ്കരിക്കുവാനോ നിഗളിപ്പാനോ ഒന്നുമില്ല. തകർച്ചകളെ ക്ഷീണങ്ങളെ ഭാവിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് നാം ദൈവത്തോട് പറയുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും, നമ്മെ മടക്കി വരുത്തും. ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, നമ്മുടെ കഷ്ടത്തിൽ നമ്മളെ വിടുവിക്കുന്ന ദൈവം. സ്തോത്രം. നീതിമാൻ എത്ര പ്രാവശ്യം വീണാലും അവൻ നീതിമാൻ 7 പ്രാവശ്യം വീണാലും പരിചയമാകില്ല. അതുപോലെ നീതിമാൻ 7 പ്രാവശ്യമേ, ബട്ട് ഗോഡ് അവരെ താങ്ങുന്നെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ജീവിതത്തിൽ വീഴ്ച ഭവിച്ചിട്ടുണ്ടോ, ക്ഷീണിച്ചു പോകണ്ട, കർത്താവിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എത്ര ആൾക്കാരുടെ ജീവിതം നമുക്കറിയാം. കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ഫ്രൈഡ് ചിക്കൻ. എന്തോ നമ്മൾ പറയാം, ഫിംഗർ ലിക്കിംഗ് ചിക്കൻ അവിടുത്തെ. ഇപ്പം കേരളത്തിലും ഒക്കെ ഉണ്ട് കെൻറ്റക്കി ഫ്രൈഡ് ചിക്കൻ. അദ്ദേഹത്തിന്റെ ചിക്കൻ, വെൻ ഹി വാസ് 65 years ഓൾഡ് ആയപ്പോഴേ അദ്ദേഹത്തെ ബാങ്ക്രപ്സി ഫയൽ ചെയ്യേണ്ടി വന്നു. ഡേവിഡ് സാൻഡേഴ്സ്, ഓൾഡ് മാൻ അല്ലേ, ബാങ്ക്രപ്സി ഫയൽ ചെയ്തു. പക്ഷെ എന്നിട്ട് ഹി വെന്റ് 1000 ഡിഫറെന്റ് റെസ്റ്റോറൻറ്റിൽ പോയി പറഞ്ഞു, എനിക്കൊരു റെസിപ്പി ഉണ്ട്,
യുനോ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഓൾ ഐ നീഡ് ഇസ് ഗിവ് മീ 5 സെൻറ്റ് തന്നാൽ മതി ഒരു ചിക്കന് നിങ്ങളുടെ പോർഷനായിട്ട്. എനിക്ക് വേണ്ടത് 5 സെൻറ്റ് ഒരു ചിക്കൻ വിൽക്കുമ്പം അതിൻ്റെ പാർട്ടായിട്ട് എനിക്ക് തന്നാൽ മതി. പക്ഷേ ഓൾ ദീസ് പീപ്പിൾ റിഫ്യൂസ്. ആരും ട്രൈ ചെയ്തില്ല. ഒടുവില് സ്തോത്രം, ഒരു റെസ്റ്റോറൻറ്റ് അവനെ അക്സെപ്റ്റ് ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. വൺ ഡേ പുള്ളിക്ക് ഒരു ചാൻസ് കൊടുത്തതാണ്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം ഒരു ചരിത്രം തന്നെയായി. ഇന്ന് വേൾഡ് ഫേമസ് ഫിംഗർ ലിക്കിംഗ് ഫ്രൈഡ് ചിക്കൻ, ഹല്ലേലൂയ, കെൻറ്റക്കി ഫ്രൈഡ് ചിക്കനായിട്ട് ദൈവത്തിന് ഓരാമണ്. ഇന്ന് ദേവദാസൻ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞാൻ അത് ഓർക്കാൻ കാരണം, ഇന്ന് ദേവദാസൻ പാസ്റ്റർ ജോൺ ഐസക്ക് പറഞ്ഞത്, നമ്മുടെ വിഷയങ്ങൾക്ക് അല്ലെ, ചർച്ചിന്റെ വിഷയം നിബു പാസ്റ്റർ പറഞ്ഞപ്പോഴായിരിക്കും ഓർക്കുന്നില്ല, ഏതോ ഒരു വിഷയം പറഞ്ഞു നമ്മൾക്ക് വേണ്ടി $1 million വേണേലും എത്ര വേണേലും കർത്താവിന്റെ സന്നിധിയിലാണോ കുറവ് അല്ലേ? ഈ ദൈവദാസൻ ഈ സാൻഡേഴ്സ് കെൻറ്റക്കി സാൻഡേഴ്സ് എന്ന് പറയുന്ന ദേവദാസൻ ഒരു ചർച്ചിൽ ചെന്നു. അന്ന് രക്ഷിക്കപ്പെട്ട സമയമല്ല. ആ ചർച്ചിൽ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്ററുടെ അവരുടെ ചർച്ച് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കുറെ പേര് പൈസയെല്ലാം മേടിച്ചിട്ട് വേണ്ടവണ്ണം ഒന്നും വർക്ക് ചെയ്തില്ല. അവരെ കളിപ്പിച്ചിട്ട് പോയി. ഒരു വളരെ സങ്കടത്തിൽ ഇരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ ഈ ദേവദാസൻ അവിടെ ചെന്ന് ആ ദേവദാസൻ മെസ്സേജ് എല്ലാം കേട്ട് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ സാൻഡേഴ്സ് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ദേവദാസനോട് ചോദിച്ചു, ഈ ചർച്ച് ബിൽഡിങ്ങിന് എന്ത് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഐ നീഡ് $1 million എന്ന് പറഞ്ഞു. ഉടനെ ഈ സാൻഡേഴ്സ് എന്ന് പറഞ്ഞ കെൻറ്റക്കി സാൻഡേഴ്സ് ആ മനുഷ്യന് $1 million എഴുതി കൊടുത്തു. അപ്പൊ ഇന്ന് ദേവദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ദൈവത്തിന്റെ സന്നിധിയിൽ എന്തെങ്കിലും കുറവുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ ഒരു ബുദ്ധിമുട്ട് പോലും കർത്താവിന് ഒരാളുടെ ഹൃദയം തുറന്നാല്, ഒരു വഴികൾ തുറന്നാല്, നമ്മുടെ ചർച്ചിന്റെ പണിയോ, നമ്മുടെ ഭവനത്തിന്റെ പണിയോ, നമ്മുടെ വഴിയുടെ പണിയോ, നമ്മുടെ ഫൈനാൻഷ്യൽ, ദൈവത്തിന് ഒരു വിഷയമല്ല. ദൈവം ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ശ്രേഷ്ഠമാണ്. അവൻ തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ, സ്തോത്രം. വി ഹാവ് ടു കീപ് ഓൺ ബിലീവിങ്. നമ്മൾ വിശ്വാസത്തിൽ കീപ് ഓൺ ബിലീവിങ്, കീപ് ഓൺ ട്രസ്റ്റിംഗ് ദ ലോർഡ്. ഹല്ലേലൂയ, കീപ് ഓൺ പ്രേയിങ്. Keep on, hallelujah, because we know God is a God of another chance. എത്ര വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ തള്ളിക്കളയാത്ത ദൈവം. God is a God of another chance, second chance, third chance, fourth chance. എത്ര ചാൻസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് എണ്ണാനൊക്കത്തില്ല അത്രമാത്രം ചാൻസസാ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. എവിടെയെല്ലാം ഞാൻ വീണിട്ടുണ്ട്, എവിടെയെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട്. We try to be good, we try to be perfect, പക്ഷേ none of us are perfect. കർത്താവിൻ്റെ രക്തമാണ് നമ്മെ ശുദ്ധീ. നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ ഓടി വണന്ന് നീലമ്പാട് വീണ് കർത്താവിൻ്റെ സന്നിധി നാം കരയുമ്പോൾ നമ്മുടെ കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, രാപകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ഞാൻ ചില വിഷയങ്ങൾക്കൊക്കെ വളരെ ദൈവസന്നിധിയിലെ സ്തോത്രം നിലമ്പാട് വീണ വിഷയങ്ങളുണ്ട്. എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് ഒട്ടും പരിഹരിക്കാൻ, നമുക്കറിയാം, നമുക്ക് ചില കാര്യങ്ങൾക്കൊന്നും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. only God has to come through that, അല്ലേ? ദൈവത്തോട് നിലവിളിക്കുമ്പോൾ എന്നെ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന വാക്യമാണ്. അന്നേരം ഞാൻ പറയും, കർത്താവേ, ഞാൻ രാവിലെ പ്രാർത്ഥിക്കും, ഞാൻ രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കും. ആ വിഷയങ്ങളൊക്കെ വരുമ്പോഴേ അപ്പം ഞാൻ ഓർക്കുന്നു, ചിലപ്പോൾ രാത്രിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും, കർത്താവേ, ഈ വചനമാണ്. ഞാൻ രാവും പകലും അവനോട് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ രാവിലെയും പ്രാർത്ഥിക്കും, ഞാൻ പകലും പ്രാർത്ഥിക്കും, രാവും പകലും നിലവിളിച്ച ആ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നു. ദൈവമക്കളെ, ദൈവം അത്ഭുതമായ മറുപടികൾ തന്നിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥനയും അടുത്തു പോകരുത്. ഗോഡ് തക്ക സമയത്ത് ഈ ലോകത്തിലെ ന്യായാധിപൻ തൻ്റെ വിധവ വന്ന് പറയുമ്പോൾ, ഒരു വിധവ വന്ന് തങ്ങളെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് തനിക്ക് വേണ്ടി കൊടുക്കുമെങ്കിൽ അതിനെക്കാട്ടി എത്ര വലിയ സർവശക്തിയുള്ള ദൈവം നമ്മുടെ ദൈവം. എത്രമാത്രം കരുണയുള്ള ദൈവമാ. ഇവിടുത്തെ ജഡ്ജ് എന്ന് പറഞ്ഞ, ഈ ലോകത്തിലെ ജഡ്ജ് എന്ന് പറഞ്ഞ വെറും ഹാർഡ് മനുഷ്യന്മാരാ, അല്ലേ? ഒരു കരുണയില്ലാത്ത മനുഷ്യനാ. എന്നിട്ട് പോലും രാവിലെ നിലവിളി ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്നതുകൊണ്ട് മറുപടി കൊടുക്കുമെങ്കിൽ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവം.
ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ദൈവം, സ്വന്തം രക്തമൂറ്റി നമ്മളെ വീണ്ടെടുത്ത ദൈവം, ആമേൻ, നമ്മളെ മക്കളാക്കി തീർത്ത ദൈവം, നമ്മളെ അവകാശികളാക്കി തീർത്ത ദൈവം. ഈ ഭൂമിയിൽ മാത്രമല്ലല്ലോ, പിന്നെയും ആമേൻ, വാട്ട് എ പെർസ്പെക്റ്റീവ്, പിന്നെയും കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കി നമ്മെ ചേർത്തുകൊള്ളുന്ന, അവനോട് കൂടെ ഇരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ കാന്തയാക്കി നമ്മെ കണ്ട ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. എത്ര മഹാത്ഭുതമാണ്, എത്ര മഹാത്ഭുതം യേശുവിന്റെ സ്നേഹം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എല്ലാത്തിനും മതിയായ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. സൈമൺ പീറ്റർ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹി സെഡ്, ഐ വിൽ നെവർ ഡിനൈ യു. ഞാൻ ഒരിക്കലും നിന്നെ തള്ളി പറയില്ല. എന്നാൽ നമുക്കറിയാം അതിന്റെ 20 സ്തോത്രം. ഹല്ലേലൂയ. 69 വാക്യം ഒന്ന് വായിച്ചേ സിസ്റ്റർ. 69 26-69. എന്നാൽ പത്രോസ് ആ പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളി പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അത് ഒന്നാമത് നമ്മൾ കാണുന്നു അവിടെ. ഒന്നാമത് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഹി സേ. രണ്ടാമത് പിന്നെയും പറയുന്നുണ്ട് തിരിയുന്നില്ല എന്ന് കേൾക്ക. പിന്നെ അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം. വേറൊരുത്തി വന്ന് പറയുക. അപ്പോഴും പറയുന്നത്, ഇവന് നസ്രേനെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവന്, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പ്രാകുവാനും ആണയിടുവാനും സ്വയർ ചെയ്ത് പറയുക, ഇല്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ അവനെ അറിയുന്നില്ല. ആമേൻ. സ്തോത്രം. പിന്നെയും നമ്മൾ കാണുന്നു അല്പനേരം കഴിഞ്ഞിട്ട് പിന്നെയും, അല്ലേ, പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം. നിന്റെ ഉച്ചാരണവും നിന്റെ ആക്സന്റ് ഒക്കെ കേട്ടിട്ട്, ഹല്ലേലൂയ. സ്തോത്രം. നീ തേർഡ് സ്ട്രൈക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസ്, ആമേൻ, പിന്നെ നമ്മൾ കാണുന്നു, അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. കോഴി കൂവും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. എത്രയോ സങ്കടകരമായ അനുഭവമാണ്. എന്നാൽ യേശു അവനെ അവിടെ വിട്ടിട്ട് പോവല്ല. ആമേൻ. സ്തോത്രം. യേശു അവനെ അവിടെ ഇട്ടിട്ട് പോവല്ല. നമ്മൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു 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 കാര്യം എന്തെങ്കിലും നമുക്കെതിരായിട്ട് ചെയ്ത് നമുക്ക് എത്ര പ്രയാസമാണ്. നമ്മൾ അവരെ റൈറ്റ് ഓഫ് ചെയ്യും. പലപ്പോഴും മനുഷ്യരൊക്കെ എത്ര പേര് നമ്മളെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കർത്താവിൻ്റെ സ്നേഹം നമ്മളെ റൈറ്റ് ഓഫ് ചെയ്യാതെ, ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർത്തുകൊള്ളണം, കർത്താവ് നമ്മെ ഏൽപ്പിച്ചതിൽ, ഹല്ലേലൂയ, എവിടെയെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെല്ലാം തെറ്റുകൾ വന്നിട്ടുണ്ട്, കൃപാവര ശുശ്രൂഷകളെ, അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകളെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥന കൃപാവരങ്ങളെ, താലന്തുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ നാളുകൾ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ആമേൻ, പത്രോസ് വന്ന് ആമേൻ കരഞ്ഞതുപോലെ, the tears, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വന്നതുപോലെ he cried, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. മടങ്ങി വരുമ്പോൾ കർത്താവിനെയും നമ്മെ റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ഒറ്റ പ്രസംഗത്തിൽ on the day of Pentecost, ഹല്ലേലൂയ, പത്രോസിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്, അല്ലേ? ഇത്രമാത്രം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, തള്ളി പറഞ്ഞ പത്രോസ് ആണെങ്കിലും അവനെ, അപ്പം നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി, ഓരോരുത്തരുടെ മേലും ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. നമ്മൾ ആ കർത്താവ് വിളിച്ചതിന് വലിയ ഉദ്ദേശമുണ്ട്. നമ്മൾ ആരും ചെറിയവരല്ല. കർത്താവ് നമ്മെ ആമേൻ വലിയ പ്രതീക്ഷയോടെയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളെ തന്നെ ഒന്ന് നോക്കാം. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ ചിന്തിച്ചിരിക്കുക, ഞാൻ ഒത്തിരിയൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തു, എന്നാൽ ഇന്ന് ആ ശുശ്രൂഷയും ആരാധനയും കാണുന്നില്ല. ഇന്ന് സഭകളും നോക്കിക്കേ, ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഡെഡ് ചർച്ച് ആണെന്ന് തോന്നും. ചില സഭകളൊക്കെ, നമ്മുടെ പെന്തക്കോസ്ത് ചർച്ചുകൾ പോലും വെറും ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ഡെഡ് ചർച്ച് പോലെ, ഒരു ചത്ത സഭ പോലെ. ഐ മീൻ, ദർ ഇസ് നോട്ട് ആ ആത്മാവിൻ്റെ ശുശ്രൂഷയും. നമ്മൾ ഇന്നാളെ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ചോദിച്ചു, ആ ദൈവദാസനോട് ഒരു മനുഷ്യൻ ചോദിച്ചെന്ന് പറഞ്ഞു, ഒരു കൊച്ചുകുട്ടി വന്ന് ചോദിച്ചു, ദേവദാസ, ഞങ്ങൾക്ക് പണ്ടത്തെ പോലുള്ള
പിന്നെ ഭൂതങ്ങളെ അല്ല രോഗശാന്തി ശുശ്രൂഷയും ഭൂത ശുശ്രൂഷയും എവിടെ പോയാൽ കാണാമെന്ന്, ഏത് ദേശത്ത് പോയാലേ കാണാമെന്ന്. അത്രമാത്രം നമ്മുടെ സഭകൾ അധപ്പതിച്ചിട്ടില്ലേ? ആമേൻ, സ്തോത്രം. ആമേൻ. ഒരു കാലത്ത് ഓരോ പെന്തക്കോസ് ആരാധനയും ഞങ്ങളൊക്കെ ജാക്കോബയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഞാൻ എത്ര അനുഭവങ്ങൾ, ഇതൊക്കെ റിവൈവൽ കാണുമ്പോൾ എത്ര ഉപദേശിമാര്, മർത്തമായിലെ ഉപദേശിമാരാ അവർ ഭൂതങ്ങളെ ഇറക്കുന്നതും ഭൂതങ്ങളെ എത്ര ഭൂതങ്ങളെ ഇറക്കുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഉപവാസ പ്രാർത്ഥനകളെ, ടാരിങ് മീറ്റിങ്. ഇന്ന് ടാരിങ് മീറ്റിംഗ് ഒന്നും കേൾക്കാൻ പോലുമില്ല. സഭകളിൽ ചത്ത അവസ്ഥയില്ല. സഭകളിൽ ഇത് കാണണമെങ്കിൽ ഏത് ദേശത്ത് പോയാൽ കാണാമെന്നാ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത്. കാരണം നമുക്ക് പറയാനൊക്കെ ഇതിന്റെ സഭയിലോട്ട് വാ, ഞങ്ങളുടെ സഭയിലുണ്ട്, ഭൂതങ്ങൾ പുറത്താകുന്നുണ്ട്, ഞങ്ങളുടെ സഭയിൽ അത്ഭുത രോഗസൗഖ്യം നടക്കുന്നുണ്ട്. നമുക്ക് പറയാൻ ലജ്ജയാ, നമുക്ക് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം ഇന്നും അനേക സ്ഥലങ്ങളിൽ ദൈവം ഉണർവിനെ അയക്കുന്നുണ്ട്. ഇന്നും പ്രവർത്തിക്കുന്ന സഭകളുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ സഭകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കൾ എന്ന് പറഞ്ഞ നമുക്ക്, ദൈവമക്കൾ എന്ന് പറഞ്ഞവർക്ക് ദൈവം ചില അധികാരങ്ങൾ തന്നിട്ടുണ്ട്. നാം ഇന്ന് ഉറങ്ങിയും മയങ്ങിയും ക്ഷീണിച്ചും തളർന്നു വിരിക്കുകയാണ്. ദൈവം അഭിഷേകം എടുത്തു കളയുകയല്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ നാം ഉത്തരവാദിത്വത്തോടെ കർത്താവിന്റെ സന്നിധി നിൽക്കണം, ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. നാം അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരും അന്യോന്യം എൻകറേജ് ചെയ്യുന്നവരും ആയിരിക്കണം. ഇന്ന് സഭകളിൽ എൻകറേജ്മെന്റ് ഇല്ല, ഉപദേശമില്ല, എന്താ പറയുന്നത്, അഡ്മോണിഷൻ ഇല്ല, ആരെയും എൻകറേജ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒരാളെ ഇന്റിമിഡേറ്റ് ചെയ്യാമോ, ഒരാളെ ഇരുത്താമോ, എങ്ങനെ അവരെ ഒന്ന് ഒതുക്കാം. അതാ ഏറ്റവും വലിയ ഉദ്ദേശം. ഒരാളെ ഒരു ദൈവദാസി അന്യഭാഷയിൽ ആരാധിച്ചോ, അല്ലെ ഒരു ദൈവദാസൻ ഒരു ദൂത് പറയുവോ ചെയ്തെങ്കിൽ അവനെ എങ്ങനെ ഒതുക്കാമെന്നാ പിന്നെ മറ്റുള്ളവരുടെ ചിന്ത. എന്നാൽ ഈ നാളുകളിൽ നമ്മൾ ഓർക്കണം, എന്നെ ഒതുക്കുവാൻ ഹല്ലേലൂയ ഒരു ദുഷ്ടശക്തിക്കും കഴിയത്തില്ല. എന്റെ മേൽ പകർന്ന അഭിഷേകം അത് ഉയർപ്പിന്റെ ശക്തി ഉള്ളതാണ്. ഹല്ലേലൂയ. എന്റെ മേൽ പകർന്ന അഭിഷേകം അത് ബലവാനെ പിടിച്ചു കിട്ടുവാനുള്ള അഭിഷേകമാണ്. എന്നാൽ ഈ ബലവാനെ പിടിച്ചു കിട്ടിയില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ സഭയിൽ ഈ ബലവാൻ അധികാരമെടുത്തിരിക്കുക, ഈ ബലവാന്റെ ശക്തികളെ അധികാരം എടുത്തിരിക്കുക, പലതിനെ ഒതുക്കുക. കുഞ്ഞുങ്ങളെ ഒക്കെ, ചില കുഞ്ഞുങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ ഉണരുന്നുണ്ട്, ചില കുഞ്ഞുങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടെ അവിടെ ഇവിടങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അവിടെയും ഇവിടെ ഇരുന്ന് ഞരങ്ങുന്ന ദൈവമക്കളുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ ചില അധികാരത്തിന്റെ ശുശ്രൂഷ നാം കണ്ടുപിടിക്കണം. എൻ്റെ സഭയിൽ ആരുണ്ട് പ്രാർത്ഥിക്കുന്നത്, യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, അവരുമായിട്ടൊന്ന് കണക്റ്റഡ് ആകണം. കണക്റ്റഡ് ആയിട്ട്, കാരണം ദൈവകൃപ എന്തിനു കണക്റ്റഡ് ആകുന്നത്? നമ്മൾ ആർക്കും എതിരായിട്ട് ചെയ്യാനല്ല, എന്നാൽ ഈ പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ, അവന്റെ സ്ട്രാറ്റജികളെ മനസ്സിലാക്കി അവനോട് യുദ്ധം ചെയ്യുവാൻ നാം ഒന്നു ചേർന്ന് യുദ്ധത്തിന് വേണ്ടി നാം ഒരുങ്ങുമെങ്കിൽ ഹല്ലേലൂയ കർത്താവേ, നാം ഒരു പോർക്കളമേട്ടിലാണ്, നാം ഒരു യുദ്ധക്കളത്തിലാണ്. ദൈവമക്കൾ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. ദൈവമക്കൾക്ക് അധികാരം തന്നിട്ടുണ്ട്, ദൈവമക്കൾക്ക് ആയുധം തന്നിട്ടുണ്ട്. എന്നാൽ ദൈവമക്കൾ യുദ്ധം ചെയ്തേ പറ്റത്തുള്ളൂ. വി ആർ സോൾജിയേഴ്സ്. ഹല്ലേലൂയ. അല്ലായെങ്കിൽ ചിലതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോകും, ചിലതിനെയൊക്കെ നഷ്ടപ്പെടുത്തും. എത്രയെത്ര എണ്ണത്തിനെ രോഗിയാക്കി ക്ഷീണമാക്കി, അല്ലെ ചിലതിനെയൊക്കെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര എണ്ണം ആ സഭയിൽ നിന്ന് മാറിപ്പോയത്. ചിലതൊക്കെ വന്നുകൊണ്ടിരുന്നതിനെയൊക്കെ ചിലതിനെയൊക്കെ പിശാച് പിടിച്ചുകൊണ്ട് പോയി. നമ്മുടെ കുടുംബങ്ങളിലൊന്നും അങ്ങനെ സംഭവിക്കും. നമ്മുടെ കുടുംബങ്ങൾ തന്നെ, നമ്മുടെ സഭയിൽ ഓരോരുത്തരും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നാം അവരെയൊക്കെ, നമ്മുടെ ആഗ്രഹം എല്ലാവരും രക്ഷിക്കും. കർത്താവിന്റെ ആഗ്രഹം അതാണല്ലോ, ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകരുത്. നമുക്ക് യുദ്ധമെന്നും നമുക്ക് ശത്രുവെന്നും തോന്നുന്നവരെ പോലും കർത്താവ് മാനസാന്തരത്തിലേക്ക് നടത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നമുക്ക് തന്ന അധികാരം, ആമേൻ, സ്തോത്രം. നമ്മളെ ഇന്റിമിഡേറ്റ് ചെയ്യുന്ന ദുഷ്ടന്റെ ശക്തികളുണ്ട്, നമ്മെ ഒതുക്കുന്ന ശക്തികളെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. ചിലത് നമ്മൾ വിചാരിക്കും, ഐ എം എ ലേഡി, അല്ല ഞാനൊരു പാസ്റ്റർ അല്ല, ഞാനൊരു ഇതല്ല എന്നെല്ലാം നമ്മൾ വിചാരിച്ച് നമ്മളെ അങ്ങ് ഞാനിങ്ങനെ പറയുന്നേ. എന്നാൽ ഓരോ ദൈവ പൈതലിന്റെ മേലും ദൈവം ചില
കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്, ചില ബാലന്മാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ ചില വേലക്കാരി സ്ത്രീകളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവം നമ്മുടെ മേൽ അഭിഷേകം തന്നത് അത് ഒതുക്കി വെക്കാനല്ല, അത് കെടുത്തിക്കളയാനല്ല. ആമേൻ. ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ട്. ഒരു താലന്ത് കിട്ടിയവൻ, ആമേൻ, അവൻ കുഴിച്ചിട്ടു. അവന് പലതും പരാതി പറയാനുണ്ടായിരുന്നു. അവന് പറയാനുണ്ടായിരുന്നു, നീ വിതറാത്തടുത്ത് മേടിക്കുന്ന മനുഷ്യന്, കഠിന മനുഷ്യനാ, പലതും അവന് കംപ്ലൈന്റ് പറയാം. നമുക്ക് പറയാം, എന്നെ മനുഷ്യർ അനുവദിച്ചില്ല, ഇന്നത് ചെയ്തില്ല. എന്നാൽ ഈ നാളുകളിൽ അങ്ങനെയല്ല. 2 കിട്ടിയവൻ 2 കൂടെ നേടി. ഹല്ലേലൂയ. 5 കിട്ടിയവൻ 5 കൂടെ നേടി. ആമേൻ, സ്തോത്രം. നമുക്ക് ലഭിച്ച കൃപാവരങ്ങളെ, നമുക്ക് ലഭിച്ച ആമേൻ ആത്മീയ വിടുതലുകളെ, ഹല്ലേലൂയ, നാം സാക്ഷിക്കുന്നവരായിരിക്കണം. നാം അത് എക്സസൈസ് ചെയ്യണം. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തി, ആമേൻ. ഒരു രോഗി അല്ലെ ഒരു വിഷയങ്ങൾ നമ്മളോട് പറയുന്നത്, നമ്മള് പ്രാർത്ഥിക്കാൻ നമുക്ക് മടുപ്പായിരിക്കും. നമ്മൾ പറയും, അങ്ങനെ സൗഖ്യമാകുമോ ഇല്ലയോ? നമുക്ക് തന്നെ സംശയമാണെങ്കിലും ഭയമാണെങ്കിലും നമ്മൾ ചെയ്തു കൊള്ളണം. കർത്താവാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ അല്ലെ ഒരാളോട് സുവിശേഷം പറയും, കർത്താവാണ് അവരെ കൊണ്ടുവരുന്നത്, കർത്താവാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നാം, ആമേൻ, പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ആ ധൈര്യം നാം ഏറ്റെടുത്തില്ല എങ്കിൽ നമുക്ക് കണക്ക് തീർക്കുന്ന ദിവസത്തിൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കത്തില്ല. ആമേൻ, സ്തോത്രം. എത്ര നാളുകൾ, എത്ര ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ആകയാൽ നാം, ആമേൻ, ഉണർന്ന് ചവാറെ ശേഷിപ്പുകളെ നാം ശക്തീകരിക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ. അല്ല എങ്കിൽ, ആമേൻ, കർത്താവ് വരും. ആമേൻ, നമ്മുടെ നിലയിൽ നിന്ന് നമ്മുടെ നിലവിളക്ക് മാറ്റിക്കളയും. ഹല്ലേലൂയ. ആമേൻ. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ പറയുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ നാം വിശ്വസ്തരായിരിക്കുക. പത്രോസ് ജീവിതത്തിൽ താഴ്ച ഭവിച്ചു, തെറ്റുകൾ ഭവിച്ചു, എങ്കിലും ആമേൻ, ഹി റിസ്റ്റോർ. നാം ദൈവസന്നിധി കടന്നു വരുമ്പോൾ, ഒരു സ്ത്രീ നമുക്കറിയാം 10 ദ്രഹ്മയുണ്ടായിരുന്നു, ഒരെണ്ണം കാണാതെ പോയി. അവൾക്ക് ചില നഷ്ടപ്പെട്ടെന്ന് വരും. നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ പല ബലഹീനകൾ വന്നിട്ടുണ്ട്, പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്, ചിലപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവൾ എന്തോ ചെയ്തേ? അവള് ഭവനം മുഴുവനും വൃത്തിയാക്കി കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? ആമേൻ. കിട്ടും. ആമേൻ. കണ്ടുകിട്ടും. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആമേൻ. എന്തെങ്കിലും, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കൃപാവരങ്ങളെ, ശുശ്രൂഷകളെ, അല്ല അഭിഷേകം കുറഞ്ഞിട്ടുണ്ടോ? ഒരു കാലത്ത്, ആമേൻ, മുട്ടോളമല്ല നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മഗതിയിൽ ആനന്ദിച്ച ദിവസങ്ങളുണ്ടല്ലേ? ഇന്ന് അങ്ങനെ ഉണ്ടോ? ഒന്ന് ശോധന ചെയ്യാം നമുക്ക്. അതോ ഇന്ന് ഇപ്പം മുട്ടോളമാണോ, അതോ നരിയോണം പോലെ ഇങ്ങനെ നിൽക്കുവാണോ? വി ആർ സോ സാറ്റിസ്ഫൈഡ്. നമ്മളെ കൂടി പ്രവർത്തനങ്ങൾ നടക്കാത്തതിന്റെ കാരണം എന്താ? വി ആർ സോ സാറ്റിസ്ഫൈഡ്. കംപ്ലൈസന്റ് ആയിരിക്കാന്നല്ല. ആമേൻ, സ്തോത്രം. കർത്താവ് നമുക്ക് ആത്മഭാരം തരട്ടെ. കർത്താവ് നമ്മളെ ഉണർത്തട്ടെ. ഹല്ലേലൂയ. നാം ദൈവത്തോട് അടുത്തു ചെല്ലുന്തോറും അവൻ നമ്മോട് അടുത്തു വരും. ഹല്ലേലൂയ. അവൻ നമ്മെ തള്ളിക്കളയത്തില്ല. പത്രോസിന്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും പിന്നെയും അവനെ ഉപയോഗിച്ചു. ആമേൻ. ഒറ്റ പ്രസംഗത്തിലല്ലേ 3000 പേര് രക്ഷിക്കപ്പെട്ടു. ആമേൻ. കർത്താവ് അവനെ ഉപയോഗിക്കുവാൻ തക്കവണ്ണം വേണ്ടിയായി. ഹല്ലേലൂയ. ഇന്നും കർത്താവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അധൈര്യപ്പെടാതെ, ആമേൻ, ഹല്ലേലൂയ, ദൈവം തന്ന ശുശ്രൂഷ നാം ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങളുടെ ആത്മീയ പിതാവ് വി തമ്പിച്ചാൻ എപ്പോഴും പറയും, ഇരുന്ന് തുരുമ്പിച്ച് പോകല്ലേ, അല്ലേ? ഇരുന്ന് തുരുമ്പിച്ച് പോകല്ലേ. ആമേൻ, സ്തോത്രം. നമ്മെപ്പോഴും നമ്മളെ ഷാർപ്പൻ ചെയ്യണം. നമ്മുടെ ആയുധങ്ങൾക്ക് ഷാർപ്പനായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കോടാലി അല്ലെ വെൺമഴു, നീ നിനക്കുള്ള വെൺമഴുവാകുന്ന അടുത്ത് വാക്യം വയ്ക്കും. നമ്മുടെ വായിൽ തന്ന വചനം, ഹല്ലേലൂയ, അതൊക്കെ ആമേൻ നാം ഡിക്ലെയർ ചെയ്യുന്നവരായിരിക്കണം. നാം ഉപയോഗിക്കണം. ഒരു നോർമൽ സാധാരണക്കാരെ പോലെ നാം ജീവിക്കാനല്ല. ഒരു അസാധാരണമായ അഭിഷേകമാണ്, വിലയേറിയ അഭിഷേകമാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവം പകർന്നത്. ആമേൻ. സ്വന്തം പുത്രനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നത്. എത്ര അത്ഭുതമാണ്. ആമേൻ. അതുപോരാ ഇപ്പോൾ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. ആ പരിശുദ്ധാത്മാവിന്, ഹല്ലേലൂയ, സ്തോത്രം. പത്രോസിനെ തന്നെ ആ പരിശുദ്ധാത്മാവ് കൊണ്ട് അന്ന് നിറച്ചു. 120 പേര് കൂടിയിരുന്നപ്പോൾ പത്രോസിനെ തെരഞ്ഞു വന്ന് അവനെ അഭിഷേകം ചെയ്ത് അവനെയാണ് ദൈവം ഉപയോഗിച്ചത്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അനേകരോട് സുവിശേഷം പറയുവാൻ
അമേ ഹാലലു നമ്മൾ കത്തിയിരിക്കുന്ന ദീപം കുറഞ്ഞു പോകാതെ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord. നമുക്ക് ശക്തമായ Praise ഒരു the Lord. നമ്മൾ സ്തോത്രം. കേട്ടരുതോ വചനത്തിന് ഒത്തവണ്ണം നാം ദൈവത്തിന്റെ താഴ്ത്തി കൊടുക്കുക. നമ്മുടെ ഏത് ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവത്താൽ അസാധ്യം. നമ്മളിന്ന് കേട്ട കെൻഡക്കി, അത് അദ്ദേഹത്തിന്റെ പേരല്ല, ആ ദേശത്തിന്റെ പേരാണ്. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് ഇപ്പൊ 2025 അവർക്ക് ഏതാണ്ട് 31,980 റെസ്റ്റോറന്റുകളുണ്ട് 125 രാജ്യങ്ങളിലായിട്ട്. 31,980 റെസ്റ്റോറൻറ്റ്സ്. ഇത് ഒരു മനുഷ്യൻ ആദ്യം വിശപ്പ് കൊണ്ട് അയാൾ ആദ്യം ചിക്കൻ ഉണ്ടാക്കി വീടുകളിൽ കൊടുത്തു, സ്ട്രീറ്റിൽ നിന്ന് വിറ്റു. 1000 റെസ്റ്റോറൻറ്റിൽ എനിക്കൊരു ജോലി, എൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തള്ളി. പ്രിയമുള്ളവരെ, ദൈവം ഒരുത്തനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെല്ലാം കഴിവ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് ഈ ലോക നേതാക്കന്മാരല്ലോ. തോമസ് ആൽവ എഡിസന് സ്കൂളിൽ നിന്ന് എടുത്തു കൊടുത്തു വിട്ടത് ആ കഥയെല്ലാം നമുക്കറിയാം. ഇവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് പോയി, ഇവനൊരു മണ്ടന, ഉള്ള പിള്ളേരെ കൂടെ. പക്ഷെ അമ്മ എങ്ങനെയല്ല പറഞ്ഞു കൊടുത്ത്. അമ്മ പറഞ്ഞു, എടാ നിന്നെ പഠിക്കുന്ന, നീ ഭയങ്കര ബുദ്ധിമാനാ, നിന്നെ പഠിക്കുന്ന സാറുമാരൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് നിന്നെ വേറൊരു സ്കൂളിൽ ചേർക്കാം. അവന് എന്തെല്ലാം കണ്ടുപിടിച്ച ലോകത്തില് സ്കൂളും കോളേജും അധ്യാപകരും എല്ലാം തള്ളിക്കളഞ്ഞ ഒരു പയ്യന് ഈ കാണുന്ന കണ്ടുപിടുത്തം. നമ്മളിതൊക്കെ ഒന്ന് ചിന്തിക്കണം പ്രിയമുള്ളവരെ. ദൈവത്താൽ ഇതൊക്കെ ദൈവം അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ തനത്താനാണ്. ദൈവത്തിന് അവരുടെ പരിശ്രമമുണ്ട്, മാനുഷികമായിട്ടുള്ള അഹോരാത്രം അവരതിനു വേണ്ടി. ഈ ലോകത്തിലെ നേതാക്കന്മാരെല്ലാം ഞാൻ എപ്പോഴും പറയുന്നത്, ദൈവം ഓരോ താരത്ത് തന്നാണ് ഓരോരുത്തരെയും അനാദികാലങ്ങൾക്കപ്പുറം നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നമ്മളിങ്ങനെ ഇങ്ങോട്ട് ചാടി വന്ന് ഈ ഭൂമിയിലോട്ട് വന്നതൊന്നുമല്ല. അനാദികാലങ്ങൾക്ക് എപ്പോഴും ദൈവ നിർണയപ്രകാരമാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിരിക്കും. നമ്മൾ അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരുണയും പരും അങ്ങനെയുള്ളൊരു ദൈവത്തിന് നമുക്ക് വഴിയിലിട്ടേച്ച് അവരൊക്കെ ദൈവം നമ്മളെ വഴിയിട്ടേച്ച് പോകത്തില്ല. ആ ഒരു വിശ്വാസം ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ നന്നാകത്തെ, എന്റെ കുഴപ്പം കൊണ്ടാണ് പ്രിയമുള്ളവർ. അതുകൊണ്ട് വചനം കേട്ടല്ലോ സമ്പൂർണ്ണമായിട്ട് വീണ്ടും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വീണ്ടും നമുക്ക് ഓരോ പറഞ്ഞ വിഷയങ്ങളും രോഗികളെ എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. രോഗികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കട്ടെ. യെസ്. ക്രിസ്തുയേശു കൂടി ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ നിനക്ക് പിന്നെയും സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അവിടുത്തെ തിരുസന്നിധാനത്തെ ഞങ്ങൾക്ക് ഐക്യമത്യത്തോടെ സ്നേഹത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഞങ്ങൾക്ക് പിന്നെയും കടന്നു വരുവാൻ നിങ്ങൾ സഹായിച്ച അവിടുത്തെ വലിയതായിക്ക് സ്തോത്രം ചെയ്യുന്ന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സന്ധ്യാസമയം കർത്താവ്, ഇന്ത്യയിലെ പ്രഭാത സമയം കർത്താവിന്റെ ദാസിൽ കൂടി ഞങ്ങൾക്ക് നല്ല വചനങ്ങളെ കേൾപ്പിച്ചതിനാട് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിൽ ഇന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനം, മനുഷ്യർക്കാർക്കും മാറ്റാൻ കഴിയാത്ത വചനം, പ്രവർത്തിക്കുന്ന വചനം, രോഗികളെ സൗഖ്യമാക്കുന്ന വചനം, പാപികളെ രക്ഷിക്കുന്ന വചനം, ദാസ് കൂടി ഞങ്ങളോട് കേൾപ്പിച്ചതിനാട് സ്തോത്രം ചെയ്യും. ഞങ്ങളൊക്കെ മഹത്വപ്പെടും. സാധ്യകളെ ഒരുക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾ കൊണ്ടുവന്ന് പിന്നെയും ഞങ്ങളെ കേൾപ്പിച്ചതിനാട് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായ ബലഹീനതകളൊക്കെയും നീക്കി ദൈവിക ശക്തി വെളിപ്പെടുത്തുന്ന ദൈവവചനം കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനാട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളങ്ങനെ മഹത്വപ്പെടുത്തുന്നു. വിധങ്ങളായ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഷ്ടങ്ങളുടെ പ്രയാസത്തിൽ കൂടി അനേകരെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും കർത്താവ് അതിന് ഫലപ്രദമായ ഒരു മരുന്ന്, ചികിത്സ, വാക്സിനെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ അതിന്റെ രോഗത്താൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിധങ്ങളായ ഹോസ്പിറ്റലുകൾ വേദന അനുഭവിച്ച് കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പകർച്ചവ്യാധിയാൽ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഈ പകർച്ചവ്യാധി വന്നതെന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഹോസ്പിറ്റലിലും മറ്റും കർത്താവ് വിധങ്ങളായ രോഗത്താൽ അഭയം പ്രാപിച്ചിട്ടുള്ളവര്, ശരീര സംബന്ധമായിട്ട് കർത്താവ് ദൈവത്തിന് ഹാർട്ട്, ലിവർ, കിഡ്നി മുതലായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിന് സ്തോത്രം. സന്ധിമധ്യകളിൽ നാടിനരമ്പുകളെയൊക്കെ സൃഷ്ടിച്ച് ഹൃദയത്തിനോട് ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളെ യഥാസ്ഥാനത്ത് ആക്കി വെച്ച ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് പ്രവർത്തിക്കുന്ന കർത്താവായിരിക്കാൽ, സൗഖ്യം കൊടുക്കുന്ന ദൈവമായിരിക്കാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു.
വിവിധങ്ങളായ വിഷയങ്ങൾ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യാണ്. സ്വന്തം ഭവനത്തെയും സ്വന്തം ദേശത്തെയും പിതാവ് എല്ലാവരെയും വിട്ട് അന്യരും പരദേശികളുമായി ലോകത്തെ വിവിധ സ്ഥാനങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആശ്രയം അവിടുന്ന് മാത്രമാണ്. അവരുടെ നായകനും നടത്തിപ്പുകാരനും സംരക്ഷകനും അവിടുന്ന് മാത്രമാണ്. അവർ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ആത്മാക്കളെ വിടുവിക്കപ്പെടുവാൻ, ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ കർത്താവ് മുഖാന്തരം ഒരുക്കണമേ ഞങ്ങളെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ. പ്രത്യേകിച്ച് ദൈവമേ കർത്താവ്, ഞാൻ ഛത്തീസ്ഗഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഓരോ ദിവസവും കർത്താവ് ഇവിടുത്തെ ഞങ്ങൾ വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്ന ദൈവമക്കളെ ഞങ്ങൾക്ക് കാണുവാൻ സഹായിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അത് കാണുവാനും സന്തോഷിപ്പാനും കർത്താവോട് ഇടയായതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങളങ്ങനെ മഹത്വപ്പെടുന്നു. കർത്താവിന്റെ ദാസനും പറഞ്ഞ പോലെ എഴുതാനോ വായിക്കാനോ അറിയാൻ വയ്യായെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ നടന്ന് ഞങ്ങൾ പഴയതുപോലെയുള്ള ഞങ്ങൾ പുതിയ സൃഷ്ടികളായി, പുതിയ ആത്മാക്കളായി, ദൈവത്തിന് ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരായി, ജീവനും ചൈതന്യമുള്ളവരായി, ദൈവത്തിനാത്മാവിനാൽ നടത്തപ്പെടുന്നവരായി, ദൈവസ്നേഹമുള്ളവരായി എന്ന് അവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് പിന്നെയും കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അന്യോട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു. മധ്യപ്രദേശിനെ, രാജസ്ഥാനെ കർത്താവെ, അങ്ങനെ പഞ്ചാബിനെ, നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളെ ദൈവത്തിന് സ്തോത്രം. ബീഹാറിനെ, ഉത്തരേന്ത്യ മാത്രമല്ല 29 സ്റ്റേറ്റുകളെ മുഴുവനായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സുവിശേഷത്തിന് വിരോധമായി ഉണ്ടാക്കിയിരിക്കുന്ന സകല മാനുഷിക നിയമങ്ങളും നീങ്ങിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാനുഷികമായ കൽപ്പനകൾ, മാനുഷികമായ നിയമങ്ങളൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്, ദൈവശക്തിക്ക് വിരോധമാകുകയില്ല. നീയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളായ എല്ലാ രാജ്യങ്ങളും എല്ലാ വൻകരകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനുഷ്യവാസമുള്ള എല്ലാ സ്ഥലങ്ങളെയും ഞങ്ങളുടെ കരങ്ങൾ തന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഭൂമിയെ കർത്താവെ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു ഓരോ മനുഷ്യരുടെയും കർത്താവെ ജീവിതത്തോട് അറിയുന്നതിനായിട്ട് സ്തോത്രം. ഈ കാലങ്ങൾ വിവിധ ദർശനങ്ങളാലും സ്വപ്നങ്ങളാലും വെളിപ്പാടുകളാലും അനേകർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കർത്താവെ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിലനിൽപ്പാനുള്ള കൃപ കൊടുക്കണം. അവർ മുഖാന്തര ദേശം, അവരുടെ കുടുംബങ്ങളൊക്കെ വിടുവിക്കപ്പെടുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഞങ്ങളെങ്ങനെ മഹത്വപ്പെടുത്തുന്നു. നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. നല്ല ദൈവവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസ്യനെ ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇനി ഇവരെല്ലാം കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, നല്ല ദാനങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൊച്ചുമക്കളെ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാല്യത്തിൽ തന്നെ, യൗവനത്തിൽ തന്നെ കർത്താവിന്റെ ദൈവമേ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവർ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജിലും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദൈവമക്കളായി അറിയപ്പെടുവാൻ കർത്താവെ അവരെ നീ നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന്മാരെ ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കരങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. നിരാസമയം ഞങ്ങളവിടെ ഒന്നിച്ചോട് അനുഗ്രഹിച്ചാട്ട് തിരുനാമം മഹത്വപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം, സ്തോത്രം. സ്തോത്രം. നമുക്ക് അല്പസമയം ഒരു വിഷയം ഓർത്ത് എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ, ഞങ്ങളുടെ ചർച്ചിലെ ഒരു 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് വെള്ളിയാഴ്ച കിഡ്നിക്ക് ചെയ്ത ഓപ്പറേഷനാണ്. അതിനൊരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. 5 മാസമുള്ള കുഞ്ഞിന് സർജറിയാണ് അല്ലേ? സ്തോത്രം. ആമേൻ, ആമേൻ. നമ്മുടെ സഭകളിലുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും ഒക്കെ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. അതുപോലെ തന്നെ ആമേൻ, സ്തോത്രം. ഒരു വാർഫെയർ പ്രെയർ ആയിട്ട് നമുക്ക് ഒരുമിച്ച് നമ്മുടെ സഭകളെ, അവരവരുടെ സഭകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. അവിടെ പോരാടി നിൽക്കുന്ന ആമേൻ, സ്തോത്രം, ബലവാന്റെ ശക്തികളുണ്ട്. അത് ദുഷ്ടന്റെ ശക്തി, ഡിമോണിക് ശക്തികളുണ്ട്, ബലവാന്റെ ശക്തികളുണ്ട്, അധികാരത്തില് ആമേൻ, സ്തോത്രം, ഒതുക്കുന്ന ശക്തികളുണ്ട്. ശുശ്രൂഷ വെളിപ്പെടാതെ വണ്ണം, ആമേൻ, കുഞ്ഞുങ്ങൾ പുറത്തു വരാതെ വണ്ണം, അഭിഷേകത്തിന്റെ ശക്തികൾ വെളിപ്പെടാതെ വണ്ണം, രോഗസൗഖ്യങ്ങൾ നടത്താതെ വണ്ണം, അല്ലെങ്കിൽ ആമേൻ നന്മകളെ തടസ്സം ചെയ്യുന്ന ആമേൻ ബലവാന്റെ ശക്തികളുണ്ട്. അതുപോലെ ആമേൻ ദൈവമക്കളെ ഹല്ലേലൂയ അവരുടെ കോളിങ്ങിൽ നിന്ന് അവരെ ആമേൻ ഉന്നത വലിയാൽ നമ്മെ വിളിച്ചു വേർതിരിച്ചു. അവരുടെ
കോളിങ്ങിൽ നിന്ന്, അവരുടെ വിളിയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന ദുഷ്ടന്റെ ശക്തികളുണ്ട്. ആമേൻ, സ്തോത്രം. മാരേജിനെതിരായിട്ട് കുടുംബത്തിൽ കുടുംബസ്ഥരായ കുഞ്ഞുങ്ങൾ തന്നെ സമാധാനമില്ലാതെ തകർത്ത് കളയുന്ന കുടുംബങ്ങളുണ്ട്. ഒന്നിൽ ഒരു ഹസ്ബൻഡ് പള്ളി വരത്തില്ല, വൈഫ് കടന്നു വരും, കുഞ്ഞുങ്ങൾ കടന്നു വരും. പല കുടുംബങ്ങളിലും ഐക്യതയോടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്തവരുണ്ട്. ആമേൻ, സ്തോത്രം. ആ ചില ബലവാന്റെ ശക്തികൾ അവിടെ പോരാടുന്നുണ്ട്. മാരേജ് നടക്കാതെ വണ്ണം ബ്ലോക്ക് ചെയ്യുന്ന ദുഷ്ടന്റെ ശക്തികളുണ്ട്, ബലവാന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ പഠിത്തം, അക്കാഡമിക്സ്, അല്ലെങ്കിൽ അവരുടെ ഭാവി ഒതുക്കുന്ന ഹല്ലേലൂയ ബലവാന്റെ ശക്തികളുണ്ട്. ഹല്ലേലൂയ. ഫൈനാൻസ്, നന്മകളെ, ഹല്ലേലൂയ, നമ്മുടെ ഫൈനാൻസിനെ, ദൈവമക്കളുടെ ഫൈനാൻസിനെ തകർക്കുന്ന ഒതുക്കുന്ന ബലവാന്റെ ശക്തികളുണ്ട്. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ നമ്മ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ബലവാനെ പിടിച്ചു കിട്ടിയില്ല എങ്കിൽ അവന്റെ സാധനം അവന് സ്വസ്ഥമായിട്ട് ജീവിക്കും. എന്നാൽ അവനെ കിട്ടിയെങ്കിൽ മാത്രമേ വി ഹാവ് ടു ബൈൻഡ് ദ പവർ. ഭൂമിയിൽ നിങ്ങൾ കൊട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്റെ സകല ശക്തികളെയും ഡിമോണിക് ആയിട്ടുള്ള ആഭിചാര ശക്തികളെ, ബന്ധനത്തിന് ശക്തികളെ, സ്തോത്രം, ഏതെല്ലാം മേ ബി ദ സ്പിരിറ്റ് ഓഫ് ഹേറ്റ്രഡ്, അല്ലെ, സ്പിരിറ്റ് ഓഫ് ജലസി, ഹല്ലേലൂയ, ചിലപ്പോൾ എന്തോ പറയാം, അസൂയയുടെ സ്പിരിറ്റ്, ഹല്ലേലൂയ, അതുപോലെ തന്നെ ഹേറ്റ്രഡ്, ആവശ്യമില്ലാതെ പിണങ്ങുന്ന മനുഷ്യരുണ്ട്, ആവശ്യമില്ലാതെ നമ്മളോട് എതിർക്കുന്ന മനുഷ്യരുണ്ട്. ദർ ഈസ് നോ പർപ്പസ് പോലും നമുക്കറിയത്തില്ല, വെറുതെ നമ്മളോട് യുദ്ധത്തിന് വരുന്നവരുണ്ട്. എല്ലാം ഹേറ്റ്രഡ്, ഒരാളെ വെറുക്കുകയാണ്. all these are not from, these are demonic. ഇതെല്ലാം പൈശാചികമാണ്. ദൈവത്തിൽ നിന്നുള്ളത് എന്തുവാ? കൈൻഡ്നസ്, ദയ, വിശ്വസ്തത, സ്നേഹം, സന്തോഷം. എന്നാൽ ഇതിനെയെല്ലാം കെടുത്തിക്കളയുന്ന അനുഭവങ്ങളാണ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.